നാം ചിന്തിക്കുക ഭക്ഷണമാകുന്ന തിരുവചനത്തെ കുറിച്ചാണ്. സങ്കീർത്തന പുസ്തകം 81 അധ്യായം 10 നീ വാ തുറക്കുക, ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ തരാം. ഒരു ദൈവ പൈതലിന്റെ ഭക്ഷണം തിരുവചനമാണ്. അതിനെക്കുറിച്ച് ഇന്ന് നാം ചിന്തിക്കും. കാരണം ഉത്തമഗീതത്തിന്റെ പുസ്തകം 2 അധ്യായം 14 എന്റെ മാടിപ്രാവേ, പാറയിടുക്കുകളിലും ചെങ്കുത്തായ മലയോരത്തിലെ പൊത്തുകളിലും ജീവിക്കുന്ന നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ, നിന്റെ സ്വരം ഞാനൊന്ന് കേൾക്കട്ടെ. നിന്റെ മുഖം മനോഹരമാണ്, നിന്റെ സ്വരം മധുരമാണ്. ആത്മാവ് ദൈവവുമായി സംവദിക്കുന്ന വചനഭാഗമാണ് ഉത്തമഗീതത്തിൽ നാം കാണുക. അങ്ങനെയെങ്കിൽ ദൈവം മനുഷ്യാത്മാവിനോട് സംസാരിക്കുകയാണ്. എന്റെ മാടപ്പിറാവേ, അത്യധികമായ വാത്സല്യത്തോടെ ദൈവം മനുഷ്യാത്മാവിനെ വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എവിടെ നിന്റെ മുഖം മനോഹരമായി മാറുന്നു? എവിടെ നിന്റെ സ്വരം മധുരമായി മാറുന്നു? ആരും മനോഹരമായൊരു മുഖത്തോടെ വന്നാൽ, മധുരമായൊരു സ്വരമാധുര്യം കേട്ടാൽ നാമൊക്കെ ഒന്ന് എത്തിനോക്കും, നാമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. എങ്ങനെയാ ഒരു ക്രിസ്ത്യാനിയുടെ, ഒരു ദൈവ പൈതലിന്റെ മുഖം മനോഹരമായി മാറുന്നതെന്ന്, ഒരു സ്വരം മധുരമായി മാറുന്നതെന്ന് ഈ വചനഭാഗത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. മാടപ്രാവേ, പാറയിടുക്കുകളിലും ചെങ്കുത്തായ മലയോരത്തിലെ പൊത്തുകളിലുമെന്ന്. എന്താണ് ഈ പാറ? ഈ പാറ എന്ന് പറയുന്നത് തമ്പുരാന്റെ വചനമാണ്. മത്തായിയുടെ സുവിശേഷം 7 അധ്യായത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം കാണുന്നുണ്ട്, പാറപ്പുറത്ത് ഭവനം പണിത ഒരു മനുഷ്യൻ, അതുപോലെ തന്നെ മണൽപ്പുറത്ത് ഭവനം പണിത ഒരു മനുഷ്യനെ കുറിച്ച്. മത്തായിയുടെ സുവിശേഷം 7 അധ്യായം 24 എഴുതി വെച്ചിരിക്കുന്നു. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത മനുഷ്യന് തുല്യനാണെന്ന്. പ്രിയപ്പെട്ടവരെ, വചനമാകുന്ന പാറമേൽ അടിസ്ഥാനം വിട്ട് ഭവനം പണിത മനുഷ്യൻ കാറ്റടിച്ചു, ഭൂമി കുലുങ്ങി, അവനൊന്നും സംഭവിച്ചില്ല. അവൻ കുലുങ്ങാതെ നിന്നെന്ന് വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. എന്നാൽ മണൽപ്പുറത്ത് ഭവനം പണിത മനുഷ്യന്റെ ഭവനം, ജീവിതം തകർന്നടിഞ്ഞു പോയതായി ഈ തിരുവചന ഭാഗത്തു നിന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി തന്റെ ജീവിതം എവിടെ ഉറപ്പിക്കണം? അവന്റെ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഭവനം പണിയുമ്പോൾ മൂലക്കല്ലായി സ്ഥാപിക്കേണ്ടത് എവിടെയെന്നോ? യേശുവിന്റെ വചനത്തില്. ഇന്ന് വളരെയേറെ വേദനയോടെ ഞാനും സുവിശേഷ പ്രഘോഷകരും സമർപ്പിതരും ഒക്കെ, അല്ലെങ്കിൽ വിശുദ്ധരായ വ്യക്തികളൊക്കെ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. മാതാപിതാക്കള് മക്കള് പഠിക്കുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാ. അവരെ പഠിപ്പിച്ച് ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം എന്നൊക്കെ ചിന്തിക്കുകയാ. +2 പരീക്ഷ, 10ാം ക്ലാസ്സിന്റെ പരീക്ഷയൊക്കെ കടന്നു വരുമ്പോൾ അപ്പനും അമ്മയും ഒക്കെ രാത്രിയിൽ ഉറക്കളച്ചിരുന്ന് കാപ്പിയും തിളപ്പിച്ച് കുഞ്ഞിന്റെ അടുത്ത് ഇരിക്കുകയാ. എന്തിനെന്നോ? ഓരോ വിഷയത്തിന്റെയും ആദ്യം മുതൽ അവസാനം വരെ A to Z എന്റെ കുഞ്ഞ് പഠിക്കണം. ഒരു ചോദ്യത്തിന് പോലും ആൻസർ പറയാൻ അവൻ മടി കാണിക്കരുത്. അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അത് നല്ല കാര്യമാ. തന്റെ കുഞ്ഞിനെ വലുതാക്കാൻ ആഗ്രഹിക്കുന്ന ഒരപ്പന്റെ, ഒരമ്മയുടെ പരിശ്രമമാണ് നാം ഇവിടെ കാണുക. എങ്കിൽ ഈ അപ്പനോടും അമ്മയോടും ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കുവാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാ പ്രിയപ്പെട്ടവരെ. എന്തെന്നോ? ഒരു +2 പഠിക്കുന്ന കുഞ്ഞിന്റെ പുസ്തകം ഒന്നിച്ചടുക്കി വെച്ചാൽ ഈ ബൈബിളിന്റെ 2 ഇരട്ടിയുണ്ടാവും. അവൻ ഓരോ വിഷയവും ഒരു പേജ് പോലും വിടാതെ പഠിക്കുവാൻ നിങ്ങൾ പറയുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് മാസത്തില് ഒരു വചനമെങ്കിലും പഠിച്ചോ എന്ന് ചോദിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഈ ബൈബിൾ ആ പുസ്തകത്തിന്റെ പകുതിയേ ഉള്ളൂ. അല്ലെങ്കിൽ പുതിയ നിയമം എന്ന് പറയുന്നത് അതിന്റെ 1/4 പോലുമില്ല. പക്ഷേ അതിൽ ഒരു വചനം എന്റെ കുഞ്ഞ് പഠിച്ചോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്നിട്ടോ നാം മക്കളെ കുറിച്ച് ആകുലപ്പെടുന്നു, വേദനിക്കുന്നു, വഴിതെറ്റിപ്പോകുന്നെന്ന് പറയുകയാ. എവിടെയാ തെറ്റിപ്പോവുക? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വചനം പറഞ്ഞു കൊടുക്കുന്നില്ല. അവന്റെ ജീവിതം വചനമാകുന്ന പാറമേല് നമ്മൾ ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്.
ഈ വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 5:14 ഒരു വചനം എഴുതി വെച്ചിരിക്കുന്നു. എന്റെ വചനം നിന്റെ നാവില് അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കും, അതവരെ കരിച്ചു കളയുമെന്ന്, എരിയിച്ചു കളയുമെന്ന്, ചാമ്പലാക്കുമെന്ന്. ഈശോയുടെ വചനമാണ് ഒരു പൈതലിന്റെ നാവിലേക്ക്, അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ അവൻ അനുഗ്രഹിക്കപ്പെടും. അവന്റെ സ്വരം മധുരമായി മാറും, അവന്റെ മുഖം മനോഹരമായി മാറും. ഈ അവസരത്തില് അതിമനോഹരിയായ പരിശുദ്ധ അമ്മയെ ഒന്ന് ചിന്തിച്ചു നോക്കുകയാ പ്രിയപ്പെട്ടവരെ. അമ്മയെ കുറിച്ച് ഈ ഉത്തമഗീതം 2:14 വചനഭാഗം പറയുന്നെന്ന് ദൈവശാസ്ത്രജ്ഞന്മാര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ അമ്മയുടെ മുഖം മനോഹരമായത്, അമ്മയുടെ ജീവിതം പരിശുദ്ധിയുള്ളതായത്, അമ്മയുടെ സ്വരം കേൾക്കുവാൻ നാം ഒക്കെ ആഗ്രഹിക്കുക? എന്തെന്നാൽ അവൾ വചനത്തെ ധ്യാനിച്ചു, അവൾ വചനത്തെ സ്വീകരിച്ചു, അവൾ വചനത്തെ പ്രസവിച്ചു, വചനത്തിന്റെ കൂടെ നടന്നു. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലെ പിഴവുകൾ വരുന്നെങ്കിൽ, മങ്ങിമറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിനൊരു കാര്യമേയുള്ളൂ, ഈ വചനം ഞാനും നിങ്ങളുമൊക്കെ ചങ്കോട് ചേർത്ത് പിടിക്കുന്നില്ല. ഈശോയുടെ വചനത്തെ മാറ്റി മാറ്റി വെച്ചിരിക്കുകയാ. അമ്മ വചനത്തെ ധ്യാനിച്ചപ്പോൾ അമ്മയുടെ ജീവിതം വചനം കൊണ്ട് നിറഞ്ഞുവെന്ന് നമുക്കൊക്കെ അറിയാം. അവൾ വചനമാകുന്ന യേശുവിനെ പിന്തുടരുന്നത് നാം കാണുന്നുണ്ട്. കുരിശിന്റെ വഴിയിലെ 4-ാം സ്ഥലത്ത് അമ്മ ഈശോയെ കണ്ടുമുട്ടും. അമ്മയുടെ സാന്നിധ്യം, ഒരു വാക്കുപോലും ഉച്ചരിക്കാത്ത അമ്മയുടെ മുഖം കണ്ടിട്ട് ഏറ്റവും അധികം ശക്തിപ്പെടുന്ന പുത്രനായ യേശുവിനെ നാം ഒക്കെ കാണുന്നുണ്ട്. അമ്മയുടെ ജീവിതം മുഴുവൻ വചനമായിരുന്നു, സ്നേഹമായിരുന്നു, പരിശുദ്ധി കൊണ്ട് പാകപ്പെടുത്തിയതായിരുന്നതുകൊണ്ട് ആ മുഖത്തിന്റെ ദൈവ കൃപ കണ്ടിട്ട് പുത്രൻ ധൈര്യപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഇത് സൗന്ദര്യത്തിന് വേണ്ടി നാം നെട്ടോട്ടം ഓടുകയാ. എങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്താൽ സൗന്ദര്യം കിട്ടുമെന്ന് നാം ഒക്കെ ചിന്തിക്കുകയാ. തെറ്റിപ്പോയി പ്രിയപ്പെട്ടവരെ. ഈശോയുടെ വചനമാണ് ഒരു വ്യക്തിയെ മനോഹരതയാക്കി മാറ്റുക. ദൈവപുത്രയുടെ അഴകെല്ലാം ആന്തരികമാകുന്നെന്ന് എസ്തേറിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്റെ കുഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ മക്കള് എന്ന് പറയുന്നത് വലിയവരായി മാറുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതം വചനത്തിൽ അടിത്തറ പണിതതായിരിക്കണം. ഞാൻ ഓർക്കുകയാ, ഒരു ചേച്ചി പങ്കുവെച്ചത്, ജീവിതത്തില് ഭർത്താവ് ദുബായിൽ കഴിയുമ്പോൾ ആകെ സ്വരുക്കൂട്ടി വെക്കുന്ന സമ്പത്ത് കൊണ്ടാ കഴിഞ്ഞു പോവുക. സ്വരുക്കൂട്ടി ഒരു 50,000 രൂപ കാത്തുവെച്ചിരിക്കുകയാ. കുഞ്ഞിന് +2 അഡ്മിഷൻ കിട്ടണമെങ്കിൽ അത് കൊടുക്കുവാനായി. റിസൾട്ട് അറിയാൻ ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് അടുത്തുള്ള ഒരു ചേച്ചി വന്ന് ചോദിക്കുകയാ, പെട്ടെന്നൊരാവശ്യമുണ്ട്, പൈസ തരുമോ എന്ന്. എന്നാല് ആ വ്യക്തി സ്നേഹത്തോടെ അത് എടുത്തു കൊടുത്തു. കാരണം സ്വന്തം സഹോദരിയല്ലേ, സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച്. മാസങ്ങൾ കഴിഞ്ഞുപോയി. കുഞ്ഞിനെ പല വിധത്തില് അവിടുന്ന് ഇവിടുന്ന് സഹായം തേടി സ്കൂളിൽ അടച്ചു. 10 ദിവസത്തിന് ശേഷം കിട്ടുമെന്ന് പറഞ്ഞ പൈസ 2.5 വർഷമായിട്ട് കിട്ടിയിട്ടില്ല. ഈ അവസരത്തില് ചേച്ചിയുടെ മനസ്സിലേക്ക് ഒരു ദൈവിക വ്യക്തി ഒരു വചനം പറഞ്ഞു കൊടുത്തു. ഫിലിപ്പിയർ 4:19, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന്. എന്നിട്ട് ആ മകള് ആ വചനം അതേപടി ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാ, എന്റെ കർത്താവേ, നീ ജീവിക്കുന്ന വചനത്തിലുണ്ട്. ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ എനിക്ക് ഈ പൈസ തിരിച്ചു തരുവാൻ അവർക്ക് തോന്നിക്കണമെന്ന്. കാരണം പലതവണ ചെന്ന് ചോദിച്ചിട്ടും അത് തിരിച്ചു തരാൻ കൂട്ടാക്കാതെ വേണമെങ്കിൽ ചുണയുണ്ടെങ്കിൽ മേടിച്ചോ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചപ്പോൾ ഒരുപാട് വേദന തോന്നി. ഭർത്താവിനോട് പറയാനാവില്ല, സഹായിച്ചു പോയതാ. നിസ്സഹായത്തിൽ നീറുമ്പോൾ ആ വ്യക്തി ഉള്ളുരുകി അന്ന് വൈകുന്നേരം മുതൽ രാവിലെ വരെ പ്രാർത്ഥിക്കുകയാ. എന്നിട്ട് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാവിലെ 8 മണിക്ക് ഒരു ഫോൺ കോൾ വരികയാ. എന്താണെന്നോ, ആര് പൈസ മേടിച്ചോ ആ വ്യക്തി ഓടി വന്നിട്ട് ഫോൺ വിളിച്ചിട്ട് പറയുകയാ, പോകരുത് 8:30 വരെ എങ്ങോട്ടും, 10 മിനിറ്റുള്ളിൽ ഞാൻ അവിടെ വരും, നിങ്ങളുടെ രൂപ തിരിച്ചു തരുമെന്ന്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ വചനത്തിന്റെ അത്ഭുത ശക്തി അന്ന് ആ മകള് തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞ് ഏറ്റവും സന്തോഷത്തോടെ പങ്കുവെക്കുകയാ. ഈ വചനം കേട്ടപ്പോൾ പിന്നെ ഫോൺ വിളിച്ച് അവരോട് നാളെ എനിക്ക് പൈസ തരണമെന്ന് ചോദിച്ചില്ല. മറിച്ച് വചനം ജീവിച്ചു ധ്യാനിച്ചു ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ പിറ്റേന്ന് രാവിലെ തന്നെ ആ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നാം ഒക്കെ ഇവിടെ കാണുന്നുണ്ട്.
പക്ഷേ നാം മാറ്റിവെച്ചിരിക്കുകയാ വചനത്തെ. മാറോട് ചേർക്കണം വചനത്തെ. ഓർക്കുന്നു, ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടി രാത്രിയും പകലുമില്ലാതെ ഉറങ്ങാനാവാത്ത വിധത്തിൽ വേദനിച്ച് കഴിഞ്ഞു പോകുമ്പോൾ രാത്രിയിൽ 9 മണിക്ക് എന്നെ വിളിക്കുകയാ. ഉറങ്ങാൻ പറ്റുന്നില്ല, നിരന്തരമായ സ്വപ്നങ്ങൾ കാണുന്നു, പഠിക്കാൻ പറ്റുന്നില്ലെന്ന്. ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, വീട്ടിൽ ബൈബിൾ ഉണ്ടല്ലോ, എടുത്തിട്ട് ചങ്കോട് ചേർത്ത് വെച്ച് കിടന്നുറങ്ങിക്കൂ, നിന്റെ ജീവിതത്തിലെ ദൈവം അനുഗ്രഹിച്ചു തുടങ്ങുന്നെന്ന്. അന്നു മുതൽ ഇന്ന് വരെ 6 മാസങ്ങൾ പിന്നിട്ടു. ഒരു രാത്രി പോലും അവളുടെ ജീവിതത്തിലെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടില്ല. പഠിക്കാൻ പറ്റാത്ത അവളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ വചനം കടന്നു വന്നു തുടങ്ങി. വചനം മാറോട് ചേർത്തുകൊണ്ട് മാത്രം കാര്യമില്ല പ്രിയപ്പെട്ടവരെ, വചനം വായിച്ചു തുടങ്ങുമ്പോൾ അതുകൂടി ആ മകൾ ചെയ്തു തുടങ്ങിയപ്പോൾ പഠനത്തിൽ അവൾ 2ാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുകയാ. പ്രതീക്ഷയിലെന്ന് ചിന്തിച്ച അവളുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് ഇടപെട്ട് തുടങ്ങുകയാ. ഈ വചനമെന്ന് പറയുന്നത് അനുഗ്രഹത്തിന്റെ കൂടാരമാ. വചനമെന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭക്ഷണമാ പ്രിയപ്പെട്ടവരെ. സ്നേഹിക്കണം വചനത്തെ. കാരണം നിന്റെ തമ്പുരാൻ നിന്നോട് സംസാരിക്കുന്നതാണ് ഈ വചനത്തിലൂടെ. ഏറ്റവും അധികം സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന മറ്റൊരു വചനഭാഗമുണ്ട് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തില്. എസെക്കിയേൽ പ്രവാചകൻ തമ്പുരാന്റെ വചനത്തിന് വേണ്ടി ദാഹിച്ചു. തമ്പുരാന്റെ ദർശനത്തിന് വേണ്ടി ദാഹിച്ചിട്ട് ദേവാലയത്തിലേക്ക് ചെല്ലുകയാണ്. ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 2:8 ദൈവ ദർശനം കിട്ടിയിട്ട് ദൈവം അവനോട് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് തരുന്നത് വാ തുറന്ന് ഭക്ഷിക്കുക. അതാ നീട്ടിയ ഒരു കരവും അതിലൊരു ലേഖന ചുരുളുമെന്ന് എസെക്കിയേൽ വിവരിച്ചു വെച്ചിരിക്കുന്നു. ദൈവം തന്നെ വചനം എഴുതിയിട്ട് ഒരു ചുരുളായി എസെക്കിയേൽ പ്രവാചകന് കൊണ്ടുപോയി കൊടുക്കുന്ന വചനഭാഗമായത്. വീണ്ടും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3:2-3 വചനം പറയുന്നു, ഞാൻ വാ തുറന്നു, അവൻ ആ ചുരുള് എനിക്ക് ഭക്ഷിക്കാൻ തന്നു. മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറു നിറയ്ക്കുക. ഞാനത് ഭക്ഷിച്ചു, എന്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വചനം എന്റെയും നിങ്ങളുടെയും ആത്മാവിൽ തേൻ പകരുന്നതാണ്, മധുരമാകുന്നതാണ് വചനം. ജെറമ്യായ്ക്കും ഇതേ അനുഭവം ഉണ്ടായിട്ട് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ജെറമ്യ 15:16 അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എന്റെ ഹൃദയത്തിന് സന്തോഷമായെന്ന്. വചനം കണ്ടെത്തിയപ്പോൾ ആർത്തിയോടെ ഭക്ഷിക്കുന്ന പ്രവാചകനെ നാം കാണുന്നുണ്ട്. ഇന്ന് നാം ഒക്കെ ആർത്തിയില്ലാതെ മാറ്റിവെക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് തിരുവചനമാണ്. വചനം ഭക്ഷിക്കുമ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ മലരുകൾ, പുതിയ പുതിയ തെളിവുകൾ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഈശോ തരും പ്രിയപ്പെട്ടവരെ. അത് ജീവനുള്ള വചനമാണ്. അതുകൊണ്ട് യോഹന്നാൻ 10:10 ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണെന്ന്. ഈ എസെക്കിയേൽ പ്രവാചകൻ ലേഖന ചുരുള്, വചന ചുരുള്, ദൈവം തന്നെ എഴുതി കൊടുത്ത ചുരുള് ഭക്ഷിച്ചപ്പോൾ എന്ത് സംഭവിച്ചു പ്രവാചകന്റെ ജീവിതത്തിൽ എന്നറിയോ നമുക്ക്? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം, അവിടെ ഒരു ഹെഡിങ് ഉണ്ട്, അസ്ഥികളുടെ താഴ്വരയെന്ന്. ഞാനും നിങ്ങളും ആർത്തിയോടെ ഈശോയുടെ വചനം ഭക്ഷിക്കുമ്പോൾ, അവ എന്നിലേക്ക് തേൻ പോലെ മധുരിക്കുമ്പോൾ എന്നിൽ എന്ത് സംഭവിക്കുമെന്ന് ആ വചനഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നു. എസെക്കിയേൽ പ്രവാചകനെ തമ്പുരാൻ കൊണ്ടുപോയി അസ്ഥികളുടെ താഴ്വരയിലേക്ക് നിർത്തി. ഒരു കുന്നാരം അസ്ഥികള്, കുറെ തലയോട്ടികള്, പല പല അസ്ഥികളെല്ലാം കിടപ്പുണ്ട്. ഒരസ്ഥി ഒന്നിനോട് ചേർന്നാൽ ഇതേത് വ്യക്തിയും തിരിച്ചറിയാനാവാത്ത വിധത്തിലോ ഓർഡർ ഇല്ലാത്ത ഒരവസ്ഥയിലാണ് അസ്ഥി കൂമ്പാരം അവിടെ കിടക്കുക. തമ്പുരാൻ പറഞ്ഞു, വയറ് നിറയെ, മനസ്സ് നിറയെ, ഹൃദയം നിറയെ വചനം നയിക്കുന്ന എസെക്കിയേലിനോട് തമ്പുരാൻ പറഞ്ഞു, ഈ അസ്ഥി കൂമ്പാരത്തോട് നീ പ്രവചിച്ചു കൊള്ളാൻ. ഓർഡറില്ല, ഒരു മനോഹാരിതയില്ല, വമിക്കുന്ന ദുർഗന്ധവും ഭയപ്പെടുത്തുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഈ അസ്ഥി കൂമ്പാരത്തിന്റെ നടുവിൽ നിന്നിട്ട് പ്രവാചകനോട് തമ്പുരാൻ പറഞ്ഞു, പ്രവചിച്ചു. തമ്പുരാൻ കൊടുത്ത വചനച്ചുരുള് ഭക്ഷിച്ച അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വചനം ശക്തിയായി ഈ അസ്ഥി കൂമ്പാരത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഓരോ അസ്ഥികളും ഓരോന്നിനോട് ചേർന്ന് നിന്നിട്ട് രൂപമില്ലാത്തടത്ത് രൂപം പോലെ നിറഞ്ഞു നിൽക്കുകയാ. ഓരോ വ്യക്തികളും അവരുടെ ശരീരഭാഗത്തോട് ചേർന്നതുപോലെ ഓരോരുത്തരും ഓരോ മനുഷ്യരൂപം പ്രാപിച്ച് അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാ. പ്രിയപ്പെട്ടവരെ, വചനം നിനക്ക് തരുന്ന വലിയൊരു അനുഗ്രഹമുണ്ട്. ഓർഡർ ഇല്ലാത്തടത്ത്, ക്രമമില്ലാത്തടത്ത് നിന്റെ ജീവിതത്തിലേക്ക് ക്രമം തരുവാനായി തമ്പുരാൻ കടന്നു വരും നീ വചനം ഭക്ഷിക്കുമ്പോൾ.
വീണ്ടും രണ്ടാമത് എന്ത് സംഭവിച്ചു? തമ്പുരാൻ പറഞ്ഞു, ഊതിക്കോ പ്രവാചക. 4 വായുക്കളിൽ നിന്നും ജീവശ്വാസത്തോട് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ ആവസിക്കാൻ പറയാൻ പറഞ്ഞപ്പോൾ രൂപമുള്ള മാംസപിണ്ഡങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ അധരങ്ങളിൽ നിന്ന് കടന്നു വന്ന ജീവശ്വാസം, വചനം നിറഞ്ഞിട്ട് കടന്നു വന്ന ജീവശ്വാസം അദ്ദേഹം ഊതിയപ്പോഴേക്കും അതാ കടന്നു വരികയാ ജീവൻ. പരിശുദ്ധാത്മാവ് വചനം നിറഞ്ഞപ്പോൾ ആത്മാവിൽ നിന്ന് കടന്നു വരുന്ന പരിശുദ്ധാത്മാവ് ജീവൻ കൊടുത്തുവെന്ന് നാം കാണുന്നുണ്ട്. ജീവിതത്തില് നമ്മളും ജീവനില്ലാത്തവരായി മാറുമ്പോൾ, ആത്മഹത്യക്ക് തുനിയുന്ന സമയങ്ങളില്, ജീവിതം മഴുത്തം തിരിയുന്ന സമയങ്ങളിലൊക്കെ നീ മറ്റൊരിടത്തേക്കും പോകണ്ട, ഈ വചനമെടുത്ത് വായിക്കണം. കാരണം ഇത് ജീവനുള്ള വചനമാ, നിന്റെ ജീവിതത്തില് ജീവൻ പകരുന്ന വചനമാണ്. പ്രിയപ്പെട്ടവരെ, എസെക്കിയേൽ പ്രവാചകന് കിട്ടിയ അതേ അനുഭവമാണ് തമ്പുരാൻ ഇന്ന് നമുക്ക് തരിക. ഈ വചനം വായിച്ച് ധ്യാനിച്ച ഞാനും നിങ്ങളുമൊക്കെ എങ്ങനെയുള്ളവരായി മാറുമെന്ന് വീണ്ടും ഉത്തമഗീതം 2:14 നാം തിരിച്ചു പോവുകയാ. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാ: എന്റെ മാടപ്രാവേ, പാറയിടുക്കുകളിലും. പാറ വചനമാണ്, നമുക്കറിയാം. രണ്ടാമത്തെ കാര്യം, ചെങ്കുത്തായ മലയോരത്തിലെ പൊത്തുകൾ. മലയോരത്തിലെ പൊത്തെന്ന് പറയുന്നത് എന്താ? ഒരു മല എന്ന് പറയുന്നത് എന്താ പ്രിയപ്പെട്ടവരെ? എനിക്ക് കടക്കാൻ പറ്റാത്ത വിധത്തില് എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രതിബന്ധമാണ് ഈ മല എന്ന് പറയുന്നത്. ഈ മല എന്റെ പ്രതിബന്ധമാണെങ്കിൽ അത് എന്റെ ജീവിതത്തില് ഞാൻ അനുഭവിക്കുന്ന സഹനങ്ങളും പ്രതിസന്ധികളുമാണ്. ഈ പ്രതിസന്ധികളുടെ മധ്യത്തില് ഞാൻ ഇങ്ങനെ പോയി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് എന്റെ മനസ്സ് നിറയെ വചനമുണ്ടെങ്കിൽ, എന്റെ ജീവിതം നിറയെ വചനമുണ്ടെങ്കിൽ, ഈ മലയടിവാരത്തിൽ നിന്ന് മല ഉയരത്തിലേക്ക് തമ്പുരാൻ എന്നെ കയറ്റിക്കൊണ്ടു പോകും. ചെങ്കുത്തായ മലയോരം, സഹനമാകുന്ന ഈ അവസ്ഥയിൽ നിന്ന് കടന്നു പോകുവാൻ എന്നെ സഹായിക്കുന്നത് വചനമാണ്. അമ്മ വചനം ധ്യാനിച്ച് വചനത്തിന്റെ കൂടെ ജീവിച്ചപ്പോൾ സഹനങ്ങളെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ അമ്മയ്ക്ക് സാധിച്ചത് അതുകൊണ്ടാ. പ്രിയപ്പെട്ടവരെ, വചനം എന്റെ ജീവിതത്തില് സഹനത്തിൽ നിന്ന് എന്നെ ഏറ്റെടുത്ത് ഉയർത്തിക്കൊണ്ട് വരികയാ. ഇത് തിരിച്ചറിഞ്ഞ സങ്കീർത്തകൻ എങ്ങനെ പ്രാർത്ഥിച്ചെന്നോ? ദൈവമേ, എനിക്ക് അപ്രാപ്യമായ പാറമേൽ എന്നെ കയറ്റി നിർത്തണമേ എന്ന്. അപ്രാപ്യമായ ഈ പാറമേൽ, ഈ അപ്രാപ്യമായ ഈ മലയോരത്തിന്റെ മുകളിലേക്ക് എന്നെ കയറ്റി നിർത്തുവാൻ ഈ വചനം ഞാൻ ധ്യാനിക്കണം. ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും സങ്കടങ്ങളും വേദനകളും ഒക്കെ കടന്നു വരുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വചനം നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ അവൻ അനുഗ്രഹം പ്രാപിക്കും. അതിന് എന്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഒരുപാട് സങ്കടങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ കടന്നുപോയ കുറച്ചു നാളുകളില് ഒരിക്കൽ ഒരു ധ്യാനത്തിന് കടന്നുപോയി. തമ്പുരാന്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് ദൈവകൃപയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് കൗൺസിലിംഗ് ചെന്നപ്പോൾ ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞു: ഈശോ ഒരു വചനം തരുന്നുണ്ട്, ആ വചനം എടുത്ത് വായിച്ചു കൊള്ളാൻ. ഞാൻ ആ വചനം എടുത്തു. 1 പത്രോസ് 5:10 എന്ന് അദ്ദേഹം പറഞ്ഞു. വചനം എന്തെന്നോ? തന്റെ നിത്യമഹത്വത്തിലേക്ക് യേശുക്രിസ്തുവിലൂടെ നിങ്ങളെ വിളിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം അല്പകാലത്തെ സഹനശേഷം നിങ്ങളെ പൂർണ്ണരാക്കും, വിശുദ്ധീകരിക്കും, സ്ഥിരീകരിക്കും, ശക്തിപ്പെടുത്തുമെന്ന്. അന്ന് ആ വചനം ആർത്തിയോടെ ഭക്ഷിച്ചു. പിന്നീട് അങ്ങോട്ട് എത്രയോ നാളുകൾ ആ വചനം ഉരുവിട്ടുവെന്ന് അന്നും ഇന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയില് തകർന്നിരിക്കുമ്പോൾ ഓടി വരും ഈ വചനം മനസ്സിലേക്ക്. 2 ആവർത്തി 3 ആവർത്തി ഉരുവിട്ട് കഴിയുമ്പോൾ പിന്നെ സങ്കടമില്ല, പരാതിയില്ല, പരിഭവമില്ല, മനസ്സ് നിറയുന്ന ഒരു അനുഭവം. പ്രിയപ്പെട്ട കുടുംബജീവൻ നയിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. ഒരുപാട് വേദനിക്കുന്ന മക്കളുണ്ട്, ഒരുപാട് സങ്കടപ്പെടുന്നവരുണ്ട്. ഈശോയുടെ വചനം നിന്റെ കുടുംബത്തിലില്ലേ? 1 മിനിറ്റ് അതൊന്ന് എടുത്തു വായിച്ചാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, സഹനകാലം നാം എന്താക്കി മാറ്റണമെന്നോ? അത് വചനകാലമാക്കി മാറ്റണം. സഹനകാലം വചനകാലമാക്കി മാറ്റുമ്പോൾ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. വചനം നിന്റെ ജീവിതത്തിൽ അഭിഷേകമായി മാറും. പ്രഭാഷകന്റെ പുസ്തകത്തില് തമ്പുരാൻ പറയുന്നുണ്ട് 24:20, എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻകട്ടയേക്കാളും മാധുര്യം പകരുമെന്ന് തമ്പുരാൻ പറയുകയാ. എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻകട്ടയേക്കാളും മാധുര്യം പകരും. 24:19 മറ്റൊരു വചനം തമ്പുരാൻ പറയുന്നു: എന്നെ അഭിലഷിക്കുന്നവൻ അടുത്തു വന്ന് തൃപ്തിയാവുവോളം എന്റെ വിഭവങ്ങൾ ആസ്വദിക്കട്ടെ. എന്നെ ഭുജിക്കുന്നവന്റെ വിശപ്പ് ശമിക്കുകയില്ല.
പിന്നെയും പിന്നെയും ആഗ്രഹിക്കും. എന്നെ പാനം ചെയ്യുന്നവൻ വീണ്ടും അഭിലഷിക്കുമെന്ന്. ഈശോയുടെ വചനത്തിന് വേണ്ടി ഒരാർത്തി ഉണ്ടാവണം. ഈ വചനം ഞാനും നിങ്ങളും ഭക്ഷിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു ക്രമമുണ്ടാവും, ഒരു ജീവനുണ്ടാവും. ഞാൻ ഉണർന്നെഴുന്നേൽക്കും യേശുവിന് വേണ്ടി. യേശുവിന്റെ വചനം സ്മരിക്കുമ്പോൾ അത് തേൻ പോലെ എനിക്ക് മാധുര്യമുള്ളതായി മാറും. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഒരിക്കൽ കൂടി മനസ്സിലേക്ക് കടന്നു വരാം. വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളും ഈ വചനം മനസ്സിലെടുത്തു വെക്കട്ടെ. സങ്കീർത്തനം 81:10, നീ വാ തുറക്കുക, ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ തരാമെന്ന്. ആരൊക്കെ വചന അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കുന്നു, അവൻ ഈ വചനം ആർത്തിയോടെ ഭക്ഷിക്കട്ടെ. അവന്റെ ജീവിതത്തില് വചന ചുരുളായി തമ്പുരാൻ കടന്നു വരും. അവന്റെ ജീവിതത്തെ അവൻ അനുഗ്രഹിക്കും. അതവന് തേൻതുള്ളിയായി മധുരമായി പകരും. അവൻ ചെങ്കുത്തായ മലയോരങ്ങൾ കടന്നുപോയി ശോഭയുള്ള മുഖമുള്ളവനായി മാറും. ദൈവകൃപയുള്ള വ്യക്തിയായി മാറും. ദൈവമാധുര്യമുള്ള സ്വരമുള്ള വ്യക്തിയായി മാറുമെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളും ഈശോയുടെ വചനം ആർത്തിയോടെ ഭക്ഷിക്കാൻ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച്, ഈശോയെ, അവിടുന്ന് എനിക്ക് തന്ന വലിയ സമ്മാനമാണ് ഈ തിരുവചനം. ആർത്തിയോടെ ഇതിനെ ഭക്ഷിക്കാൻ, ആർത്തിയോടെ ഇതിനെ വായിക്കുവാൻ, ആർത്തിയോടെ ഇതിനെ ധ്യാനിക്കാൻ, ആർത്തിയോടെ ഇതിനെ പ്രഘോഷിക്കാനുള്ള കൃപ തരണേ തമ്പുരാനെ. ജീവിതത്തിന്റെ വേദനകളില് നീ തന്നെ എന്നോട് സംസാരിക്കുന്നതാണ് ഈ തിരുവചനമെന്നറിഞ്ഞ് അതിനെ ഏറ്റവും പൂജ്യമായി സ്വീകരിക്കുവാനും ജീവിതത്തില് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നെടും തൂണായി കുടുംബത്തിൽ ഐശ്വര്യമുള്ളവരായി മാറുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുന്ന് ഞങ്ങളിലേക്ക് ചൊരിയുന്ന എല്ലാ നന്മകൾക്കും വചന അഭിഷേകത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയുടെ മഹാമഹിമയെ ഓർത്ത് അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.